رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാതുറകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുചര്യകളും അനുധാവനം ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകമോക്ഷവും നേടിയെടുക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളിൽ ഏർപ്പെടണമെന്ന് ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ഏതാനും 1-2 ആഴ്ചകൾക്ക് മുമ്പ് ആത്മാവിനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ആത്മാവ് അഥവാ റൂഹ് എന്ന് പറയുന്നത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്. അള്ളാഹുവിങ്കൽ നിന്നുള്ള ആത്മാവ് ഒരു കുഞ്ഞ് തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ 4 മാസം പ്രായമാകുമ്പോൾ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു മലക്കു മുഖേന ആ ആത്മാവിനെ ആ കുഞ്ഞിന്റെ ഉള്ളകത്തേക്ക് നിക്ഷേപിക്കപ്പെടുകയാണ്. അനന്തരം ആ കുഞ്ഞ് വളർച്ച പൂർത്തിയാക്കി ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോ പിന്നീടുള്ള ജീവിതം ആത്മാവും ശരീരവും ചേർന്നുള്ളതാണ്. ഈ ലോകത്തെ ജീവിതം ഇവിടെ പൂർണ്ണമാകുമ്പോ നേരത്തെ മലക്കിനാൽ സന്നിവേശിപ്പിക്കപ്പെട്ട ആത്മാവ് മലക്കിന്റെ അകമ്പടിയോടുകൂടി മനുഷ്യക്കുഞ്ഞിന്റെ ഉള്ളകത്തേക്ക് ചേർക്കപ്പെട്ട ആത്മാവ് ഈ ലോകത്തെ ജീവിതം അസ്തമിക്കുമ്പോ, അവസാനിക്കുമ്പോ മലക്കുകളുടെ തന്നെ അകമ്പടിയോടുകൂടി അവരുടെ സാന്നിധ്യത്തിൽ അതേ ആത്മാവിനെ തിരിച്ച് കയ്യേൽക്കുകയും റബ്ബിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി ഇല്ലീനിലോ സിജ്ജീനിലോ നിക്ഷേപിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം ഒരു ഭൗതിക ജീവിയല്ല, ഒരു പദാർത്ഥമല്ല, മെറ്റീരിയൽ അല്ല. മറിച്ച് മനുഷ്യന്റെ ഉള്ളകത്ത് കുടികൊള്ളുന്ന ആത്മാവാണ് അവന് അർത്ഥം നൽകുന്നത്, അവന്റെ ജീവിതത്തിന് അനശ്വരത നൽകുന്നത്. ആ അനശ്വരത നൽകുന്ന ആത്മാവിനെ വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മോക്ഷവും വിജയവും നേടിയെടുക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട്, ഖദ് അഫ്ലഹ മൻ തസക്ക. ആരാണോ ആത്മാവിനെ സംസ്കരിക്കുന്നത് അവൻ വിജയിച്ചിരിക്കുന്നു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. തന്റെ നാഥനായ, തന്റെ യജമാനനായ, രക്ഷിതാവായ അല്ലാഹുവിനെ സ്മരിക്കുകയും നമസ്കരിക്കുകയും ചെയ്തവൻ വിജയിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ആ ആത്മാവിനെ കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. ഭൗതികമായ ജീവിതത്തിന്റെ വർണ്ണശബളമായ
മേച്ചിൽ പുറങ്ങളിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾ അതിനാണ് മുൻഗണന കൊടുക്കുന്നത്, അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, പാരത്രിക ജീവിതമാണ് നിങ്ങൾക്ക് ഉദാത്തമായിട്ടുള്ളത്, അതാണ് ശാശ്വതമായി എന്നുമെന്നും അവശേഷിക്കുന്നത്. സഹോദരങ്ങളെ, ശരീരത്തെ മാത്രം പരിഗണിക്കുമ്പോൾ ഈ ലോകത്തെ ജീവിതത്തിലെ സുഖാഡംബരങ്ങളെയാണ് മനുഷ്യൻ പരിഗണിക്കുന്നത്. അതിലുപരിയായി എന്നുമെന്നും നീണ്ടു നിൽക്കുന്ന പാരത്രികമായ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മാവിനെ പരിഗണനയിലെടുത്തുകൊണ്ട് അള്ളാഹുവിനെ നമസ്കരിക്കുകയും അവനെ സ്മരിക്കുകയും അവനുമായി സുദൃഢമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ അവന് വിജയം വരിക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളകത്ത് കുടികൊള്ളുന്ന ആത്മാവ്, അദൃശ്യമായ ആത്മാവ്, അതിനെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്ന് മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. അതിനെ എങ്ങനെയാണ് നമുക്ക് ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള മാർഗം എന്താണ് എന്ന് ആത്മാവിന്റെ റബ്ബ് തന്നെ, പടച്ചവൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിന് ആഹാരം നമുക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത് പോലെ ഹലാലും ത്വയ്യിബുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ നൽകി നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കാനും അതിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും നമ്മെ പഠിപ്പിച്ചതുപോലെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള വഴിയും പറഞ്ഞു തന്നിട്ടുണ്ട്. 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാം, സൂറത്തുൽ അൻഫാൽ 2 മുതൽ 4 വരെയുള്ള ആയത്തുകൾ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു പിടപ്പ് അനുഭവപ്പെടും. പിടപ്പും പ്രകമ്പനവും ഒരു കുലുക്കവും മനസ്സിന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹ് എന്ന് പറയുമ്പോ, ആ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോ, ആ പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോ നമ്മുടെ മനസ്സിനൊരു തരിപ്പ്, കോരിത്തരിപ്പും പിടപ്പും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവൻ മുഅ്മിനാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ സന്ദേശങ്ങൾ, അവന്റെ വചനങ്ങൾ ഇതൊക്കെ പറയപ്പെടുമ്പോ, ഓതി കേൾപ്പിക്കപ്പെടുമ്പോ, വിവരിക്കപ്പെടുമ്പോ അവരുടെ ഈമാൻ മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ആ പടച്ചവനെ മനസ്സിലാക്കി ആ അല്ലാഹുവിൽ ജീവിതമാസകലം സമർപ്പിച്ച് ജീവിതത്തിന്റെ ഭാരവും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം അവനിൽ ഇറക്കി വെച്ച് എനിക്ക് എന്റെ റബ്ബുണ്ട് എന്നെ രക്ഷിക്കാൻ എന്ന അർത്ഥത്തിൽ അവന് തവക്കുൽ ചെയ്യാൻ, അവനിൽ ഭരമേൽപ്പിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവൻ മുഅ്മിനാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, അല്ലദീന യുഖീമൂനസ് സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയ ധനത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് ദാനം ചെയ്യുന്നവരാണ്, ചിലവഴിക്കുന്നവരാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാകുന്നു യഥാർത്ഥ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. ഈ മുഅ്മിനീങ്ങൾ ഈ അർത്ഥത്തിലെല്ലാം വിവരിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് ദറജകൾ, അവരുടെ പദവികൾക്ക് ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം എല്ലാവരിലും, മിക്ക പേരിലും, അതല്ലെങ്കിൽ മുഅ്മിനാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളിലൊക്കെ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിലും അവരിൽ തന്നെയും ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പദവികൾ, ദറജകൾ വ്യത്യാസമുണ്ടാകും. വമഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം, അവന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും
മാന്യമായ വിഭവങ്ങളും അവർക്ക് ലഭ്യമാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ പടച്ച തമ്പുരാനുമായി കൂടുതൽ ബന്ധപ്പെട്ട് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ, അള്ളാഹുവിലേക്ക് ലയം പ്രാപിക്കുക എന്നതാണ് നമ്മുടെ പ്രഥമമായ ബാധ്യത എന്ന് പറയും. 5 നേരത്തെ നമസ്കാരം ഫർളായി നമുക്ക് നിശ്ചയിച്ചു തന്നു, നിർബന്ധമായി. ഒരാൾ മുഅ്മിനാകണമെങ്കിൽ ആ മുഅ്മിനായ ഒരു മനുഷ്യന് 5 നേരം നിർബന്ധമായി അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കാൻ കഴിയണം. 5 നേരത്തെ നമസ്കാരം ആഴ്ചയിൽ ഒരിക്കലുള്ള ജുമാ നമസ്കാരമല്ല, വർഷത്തിൽ ഒരിക്കലുള്ള പെരുന്നാൾ നമസ്കാരമല്ല, എപ്പോഴെങ്കിലുമുള്ള നമസ്കാരമല്ല, മറിച്ച് കൃത്യനിഷ്ഠയോടെ, സമയനിഷ്ഠയോടെ ആ നമസ്കാരങ്ങൾ 5 വഖത്ത് അതിൻ്റെതായ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇമാമും ജമാഅത്തുമായിട്ട് നമസ്കരിക്കാൻ, ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ, അതിന്റെ സുന്നത്തുകൾ ശ്രദ്ധിച്ച് നിർവഹിക്കാൻ, അത് തന്നെ മനസാന്നിധ്യത്തോടെ, ഖുശൂഅോടെ, ഭയഭക്തിയോടെ നിർവഹിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ മുമ്പിൽ, ഞാൻ പടച്ചവന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഇത് ഞാൻ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത് എന്ന അർത്ഥത്തിൽ കാര്യഗൗരവത്തോടെ, ഭയഭക്തിയോടെ നമസ്കാരം നിർവഹിക്കാൻ കഴിയണം. അതിലൂടെ നമ്മുടെ മനസ്സിന് ശക്തിയും ഊർജവും മേൽക്കുമേൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന എന്ന് പറയുമ്പോൾ ഈ ആയത്തുകൾ അവന് മേൽ ഓതപ്പെട്ടാൽ, പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുമെന്ന് പറയുമ്പോൾ 5 നേരത്തെ നമസ്കാരങ്ങളിൽ, ജഹരിയായ നമസ്കാരങ്ങളിൽ, ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഇമാം ഓതുന്ന സൂറത്തുകൾ, അതിന്റെ ഫാത്തിഹ, ഇതെല്ലാം കേട്ടിട്ട് അയാളുടെ ഈമാൻ വർദ്ധിക്കും. നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. ആരുടെ മുമ്പിലാണ് ഞാൻ ഈ നിൽക്കുന്നത്? നമ്മെ വിളിച്ചത് അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ വിളിയാണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, ഈ സമ്പൂർണമായ വിളിയുടെ, ക്ഷണത്തിന്റെ, ബാങ്കിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ വിളിച്ചത് ആരാണ്? അല്ലാഹുവാണ് വിളിച്ചത്. മുഅദ്ദിനാണ് നമ്മെ വിളിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ വിളിച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ വിളിയാണ്. ആ അല്ലാഹുവിന്റെ വിളിക്കാണ് നമ്മൾ ഉത്തരം ചെയ്ത് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയാൽ അവിടെ നമ്മൾ ദുആഉൽ ഇഫ്തിതാഹ്, വജ്ജഹ്തു ഓതാറുണ്ട് നമസ്കാരത്തിലേക്ക് കൈകെട്ടി നിൽക്കുന്നവൻ. ആ വജ്ജഹ്തുവിന്റെ ദുആ ഹദീസുകളിൽ പരിശോധിച്ചു നോക്കുമ്പോ നമ്മൾ ഇന്ന് പറയുന്ന വഅന മിനൽ മുസ്ലിമീൻ എന്നതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ആ ദുആ പിന്നെയും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഹദിനി ലിഅഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹുമ്മ ഹദിനി ലിഅഹ്സനിൽ അഅമാൽ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ദുആ അവസാനിക്കുമ്പോൾ അവിടെ കാണാം ലബ്ബൈക വസഅദൈക, പടച്ചവനെ നിന്റെ വിളിക്ക് ഞാൻ ആവർത്തിച്ച് ഉത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ദുആശകലം അവിടെ കാണാൻ കഴിയും. അപ്പൊ എന്താണ്? 5 നേരത്തെ നമസ്കാര വേളകളിൽ നമ്മൾ ഓടി പള്ളിയിലേക്ക് ഉളുവെടുത്ത് നമ്മൾ റെഡിയായി നല്ല വസ്ത്രം ധരിച്ച് അത്തറും പൂശി ഓടി വരുമ്പോ ഇവിടെ വന്നിട്ട് സുന്നത്ത് നമസ്കരിക്കുന്നു, ഫർള് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മുടെ മനോഭാവം എന്താണ്? എന്നെ എന്റെ റബ്ബ് വിളിച്ചതാണ്, ഞാനിതാ അടിയൻ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞൊരു അടിമ നിൽക്കുന്നത് പോലെ നിശ്ചലമായി അനക്കമടങ്ങിക്കൊണ്ട് നമസ്കാരത്തിന്റെ ഫർളുകളിൽ പ്രധാനപ്പെട്ട ഫർളാണ് അത്തുമഇനീന എന്ന് പറയുന്നത്, അനക്കമടങ്ങുക എന്നത്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ച് അവിടെയും ഇവിടെയും മാന്തി ചൊറിഞ്ഞ് അങ്ങനെ നിൽക്കലല്ല, മറിച്ച് ശ്വാസഗതികൾ അടക്കി വെച്ച് വളരെ നിശബ്ദമായി, വളരെ നിശ്ചലമായി, നിശ്വാസത്തോടുകൂടി ശ്വാസം അടക്കി പിടിച്ച് അങ്ങനെ നിശബ്ദമായി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന നിലകൾ, അതിലെ ഫാത്തിഹയും സൂറത്തും തസ്ബീഹുകളും ദിക്റുകളും, അതോടൊപ്പം അതിൽ പ്രധാനപ്പെട്ടത് അതിന്റെ നിലകളാണ്. അഥവാ ഖിയാം, നൃത്തം, റബ്ബിന്റെ മുമ്പിലുള്ള നിൽപ്പാണ്. വളരെ ഒരു അടിമ അള്ളാഹു വിളിച്ചപ്പോ അവന് പൂർണ്ണമായി കീഴടങ്ങി, അവന്റെ ആജ്ഞകൾക്ക് പൂർണ്ണമായി അനുസരണം പ്രഖ്യാപിച്ച് കീഴ്വണങ്ങിയ ഒരു പാവം ദാസൻ
അവൻ എല്ലാം അള്ളാഹുവിന് അർപ്പിച്ചുകൊണ്ട് അവൻ വന്ന് അടിമയെപ്പോലെ നിൽക്കുകയാണ്. കൈകെട്ടിയുള്ള നിൽപ്പാണ്. പിന്നെ അവന്റെ മുമ്പിൽ അവൻ റുക്കൂഴിലേക്ക് പോയി അവന്റെ ശിരസ് നമിക്കുകയാണ്. ഭൂലോകത്ത് ഒരു ശക്തിക്ക് മുമ്പിലും കുനിക്കാത്ത തല റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാന്റെ മുമ്പിൽ അവൻ കുനിക്കുകയാണ്. ആ രംഗം ഒന്ന് ആലോചിച്ചു നോക്കി. സുജൂദിലേക്ക് പോകുന്നവൻ അവന്റെ സാഷ്ടാംഗം, അവന്റെ അവയവങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി അവന്റെ മുഖം, അവൻ ഏറ്റവും ആദരിക്കുന്ന അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അവന്റെ ശിരസ്സും മുഖവും അവന്റെ കയ്യും മുട്ടുമെല്ലാം മടക്കി അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ പൂർണ്ണമായി പ്രണാമത്തിലാണ്, സുജൂദിലാണ്. സഹോദരങ്ങളെ, ഈ നിലകൾ അത്തഹിയാത്തിലിരിക്കുമ്പോ റബ്ബിനോടാണ് അഭിമുഖം നടത്തുന്നത്. അത്തഹിയാത്തിലിരിക്കുമ്പോ അള്ളാഹുവിനോട് നമ്മൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു അത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് പറയുമ്പോ എന്താണ്? പടച്ചവൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. എന്റെ പരിശുദ്ധമായ നമസ്കാരങ്ങൾ എല്ലാം അനുഗ്രഹീതമായ എല്ലാ അഭിവാദ്യങ്ങളും റബ്ബേ നിനക്കാണ് എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്, കാണിക്ക വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നമ്മൾ അഭിവാദ്യം നേരുകയാണ്. ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും എനിക്ക് തന്നെയും വേണ്ടി നാം സലാം പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് രക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി. പടച്ചവനോടാണ് നമ്മൾ അവന്റെ മുമ്പിൽ അവൻ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും തിരുമുൾ കാഴ്ചയായി അവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അഭിവാദ്യം നേർന്നുകൊണ്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. കൂടിക്കാഴ്ചയാണ് സഹോദരങ്ങളെ, കൂടിക്കാഴ്ച. ഫാത്തിഹയിൽ നമ്മൾ അല്ലാഹുവിനോട് ഫാത്തിഹ ഓതുമ്പോൾ ഇദാ ഖാല അബ്ദി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹമിദനി അബ്ദി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരു ദാസൻ കൈകെട്ടി നിന്ന് പറയുമ്പോൾ അല്ലാഹ് പറയും, എന്റെ ദാസൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുമത്രേ അസ്ന അലയ്യ അബ്ദി, എന്റെ ദാസൻ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന്. മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോ അല്ലാഹു പറയുമത്രേ മജ്ജദനി അബ്ദി, എന്റെ ദാസൻ എന്നെ വളർമ്മയുള്ളവനാക്കിയിരിക്കുന്നു, എന്നെ വാഴ്ത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. അതേപോലെ നമ്മൾ അല്ലാഹുവിനോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ, നിന്നോടെ ഞാൻ പ്രാർത്ഥനകൾ നടത്തൂ എന്ന് പറയുമ്പോ അവിടെ അല്ലാഹു തിരിച്ചു പറയുന്നു, ഇതെന്റെ ദാസനുള്ളതാണ്, ദാസൻ ചോദിച്ചത് അവന് ഞാൻ കൊടുക്കുമെന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖ സംഭാഷണം നടക്കുകയാണ് നമസ്കാരത്തിൽ. നമസ്കാരം അശ്രദ്ധമായി കൈകാര്യം ചെയ്യേണ്ടതല്ല. വളരെ ശ്രദ്ധയോടെ നിർവഹിക്കുമ്പോ അത് നമുക്ക് അള്ളാഹുമായിട്ട് ഭയങ്കരമായ ബന്ധമുണ്ടാവുകയാണ്, ഊർജം സംഭരിക്കുകയാണ്. നമ്മുടെ ആത്മാവ് അത് ചാർജ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ്, ആളുകളുമായി സംസാരിക്കാനുള്ളതാണ്, ഇടപഴകാനുള്ളതാണ്. അതിനെ നമ്മൾ ചാർജ് തീരുമ്പോ കൊണ്ടുപോയി ചാർജിൽ കുത്തിവെച്ച് ചാർജ് നേടി വീണ്ടും നമ്മൾ ആളുകളുമായി കോണ്ടാക്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ 5 നേരത്തെ നമസ്കാര വേളകളിൽ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ റൂഹിനെ അവിടെ നമസ്കാരമാകുന്ന ചാർജിൽ കുത്തിവെക്കുകയാണ്. അതിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങൾ താണ്ടി അല്ലാഹുവിന്റെ അടുക്കലേക്ക് മിഅ്റാജിന് പോയിട്ട് കൊണ്ടുവന്ന അതേ നമസ്കാരം നമുക്കും മിഅ്റാജായി മാറുകയാണ്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, നമസ്കാരം സത്യവിശ്വാസികളുടെ വാനാരോഹണമാണ്. നമ്മുടെ മുമ്പിൽ ജിബ്രീൽ വന്ന് നിൽക്കട്ടെ, നമ്മുടെ മുമ്പിലും ബുറാഖ് വരട്ടെ, നമ്മളും അതിന്റെ മേൽ കയറട്ടെ, നമ്മളും 7 ആകാശങ്ങൾ താണ്ടി റബ്ബിന്റെ മുമ്പിലേക്ക് പോകട്ടെ. അതിനുള്ള വഴി എന്താണ്? നമസ്കാരമാണ്. നമസ്കാരത്തിൽ മലക്കുകൾ സന്നിഹിതരാവുകയാണ്. അവരുടെ വിശുദ്ധമായ, പവിത്രമായ, ആദരണീയമായ സാന്നിധ്യത്തിലാണ് ഈ നമസ്കാരം നടക്കുന്നത്. ആ നമസ്കാരത്തിൽ നമ്മൾ റബ്ബിലേക്ക് ആത്മാവിനെ ചിറകുമുളപ്പിച്ച് കയറിപ്പോവുകയാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് കടന്നു ചെല്ലുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, പ്രപഞ്ച നാഥനായ റബ്ബുൽ ആലമീൻ അവനാണ് സകല സ്തുതികൾ. അവൻ കാരുണ്യവാനാണ്, അവൻ കരുണാനിധിയാണ്, അവൻ പ്രതിഫല നാളിന്റെ, വിചാരണ നാളിന്റെ ഉടമസ്ഥനാണ് എന്ന് അവൻ എന്ന് നമ്മൾ പറയുന്നു. അവൻ അങ്ങകലെ നിൽക്കുന്ന
നിൽക്കുന്നവനായി നമ്മൾ സങ്കല്പിക്കുന്നു. അങ്ങനെ പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്നവനായി നമ്മുടെ മനസ്സിൽ രൂപപ്പെടുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ നമ്മൾ അല്ലാഹുവിനോട് പറയുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നീയാണ്, നിനക്ക് മാത്രമേ ഞാൻ അടിമപ്പെടൂ, നിനക്ക് മാത്രമേ വിധേയപ്പെടൂ, നിന്നെ മാത്രമേ ആരാധിക്കൂ, നിന്നോടാണ് മാത്രമാണ് ഞാൻ പ്രാർത്ഥനകൾ നടത്തുന്നത്. സങ്കടങ്ങളും ആവലാദികളും ബോധിപ്പിക്കുന്നത് നിന്നോട് മാത്രമാണ് എന്ന് നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത് നീ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നീ എന്ന് പറയണമെങ്കിൽ അതുവരെ ഫാത്തിഹയിൽ അവൻ 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 എന്ന് പ്രയോഗിച്ചുകൊണ്ടിരുന്നവൻ ഇപ്പോൾ നീ എന്ന് പ്രയോഗിക്കണമെങ്കിൽ അവൻ എന്നത് ഗൈബത്തിൽ നിന്ന് ഹുദൂറിലേക്ക് മാറുന്നു. അദൃശ്യനായ പടച്ച തമ്പുരാൻ നമസ്കാരക്കാരന്റെ തൊട്ടു മുമ്പിലാണുള്ളത്. അതുകൊണ്ട് നീ എന്നാണ് നമ്മൾ അല്ലാഹുവിനെ പ്രയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അല്ലാഹുമായിട്ട് അഭിമുഖ സംഭാഷണമാണ്, കൂടിക്കാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി അല്ലാഹുമായി കൂടിക്കാഴ്ച നടത്തിയതുപോലെ നമ്മൾ റബ്ബുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പടച്ചവൻ മറുപടി പറയുകയാണ്. സഹോദരങ്ങളെ, അതാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരം ആ അർത്ഥത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. നമസ്കാരത്തിന്റെ ഖിയാമും റുകൂഉം സുജൂദും അതേപോലെ അത്തഹിയാത്തും അതേപോലെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ നമ്മൾ നിർവഹിച്ചാൽ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് അർത്ഥമൊന്നും അറിയില്ലെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന നമുക്ക് സങ്കടം വരും. നമ്മൾ അറിയാതെ പടച്ചവന് പൂർണ്ണമായി മനസ്സുകൊണ്ടങ്ങ് കീഴടങ്ങിപ്പോകും. റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നവൻ, അവന്റെ മുമ്പിൽ കുമ്പിടുന്നവൻ, അവന്റെ മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നവൻ, എന്തൊരവസ്ഥയാണിത്! പ്രപഞ്ചനാഥനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നമുക്കൊരു ചാൻസ് തന്ന റബ്ബ് എത്ര മഹാനാണ് സഹോദരങ്ങളെ! അല്ലാഹു എത്ര വലിയവനാണ്! ഇതാര് പറഞ്ഞു തരും? എങ്ങനെ, ആരാണ് ഈ പ്രപഞ്ചനാഥൻ? ആ പടച്ചോനൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ശാസ്ത്രത്തിന്റെ ഉപഗ്രഹങ്ങളിലൂടെ പര്യവേക്ഷണം നടത്തി ഈ പ്രപഞ്ചത്തിന്റെ അതിർത്തികൾ താണ്ടി അങ്ങ് കടന്നുപോയി ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കാൻ വല്ല വഴിയുമുണ്ടോ? ഒന്നുമില്ല. ആകപ്പാടെ ചെറിയൊരു ശതമാനം മാത്രം, ആകെ പ്രപഞ്ചത്തിന്റെ 4% മാത്രം കണ്ടുപിടിച്ച മനുഷ്യൻ അഹങ്കരിക്കുന്നു. ഏത് പടച്ചോൻ? എന്ത് നമസ്കാരം? എന്ത് പള്ളി? ഇല്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ഉപഗ്രഹം ഇങ്ങോട്ട് അയച്ചു, ഇവിടെ നിന്ന് ഉപഗ്രഹം അങ്ങോട്ട് പോണ്ട. പടച്ചൻ അവിടെ നിന്ന് ഉപഗ്രഹം ഇങ്ങോട്ട് അയച്ചു. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ഉപഗ്രഹം വന്നത് പ്രവാചകന്മാരെ തേടിയാണ്. ഓരോ കാലഘട്ടത്തിലും അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ ജബൽ നൂറിൽ വന്ന ആ ഉപഗ്രഹം നിന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മലക്കുൽ അമീന്റെ ഉപഗ്രഹം അവിടെ നിന്നും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഓതിക്കൊടുത്തു. അതിന്റെ തുറവി ചാവി എന്താണ്? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കാനും പഠിക്കാനും ചിന്തിച്ചുകൊണ്ട് തുടങ്ങിക്കോ. ഇതാ റബ്ബിന്റെ സന്ദേശങ്ങൾ ഇറങ്ങാൻ പോകുന്നു. അങ്ങനെ ആയത്തുകൾ ഇറങ്ങി 23 കൊല്ലക്കാലം കൊണ്ട് അത്യത്ഭുതകരമായ ആ പടച്ച തമ്പുരാന്റെ അറിവുകൾ, സന്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടു. ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض. അവർ വലയം ചെയ്ത് കിട്ടുന്ന അറിവ് വളരെ കുറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇല്ലാ ബിമാ ഷാ മാ ഷൈഉം മാ, വളരെ കുറഞ്ഞ കാര്യം, അത് മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. വസിഅ കുർസിയുഹു السماوات والأرض. അവർ കണ്ടെത്താത്ത ഈ പ്രവിശാലമായ പ്രപഞ്ചങ്ങൾ, വാനലോകങ്ങളും നിങ്ങൾ പാർക്കുന്ന ഈ ഭൂമിയെ മുഴുവൻ ഉടമപ്പെടുത്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി വാഴുന്ന അധികാര വ്യവസ്ഥ കയ്യേന്തിയവൻ, സിംഹാസനസ്ഥനായവൻ, അവനാണ് പടച്ച തമ്പുരാൻ. ആ അല്ലാഹുമായിട്ട് കാണാൻ, കൂടിക്കാഴ്ച നടത്താൻ, നമസ്കരിക്കാൻ, അനുസരിക്കാൻ, അവനെ കേൾക്കാൻ അവസരമുണ്ടോ? ഉണ്ട്. പ്രവാചകന്മാരുടെ വഴിയാണത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനുമായി ബന്ധം സ്ഥാപിക്കാൻ കൊണ്ടുവന്ന് തന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, ഏറ്റവും വലിയ പേടകമാണ്, ഏറ്റവും വലിയ വാഹനമാണ് നമസ്കാരം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നിസാരമായി കാണരുതേ. നമസ്കരിക്കാത്തവന് രക്ഷയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായി കിടക്കുന്ന വേള 14 ദിവസം
14 ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ രോഗബാധിതനായി കിടക്കുന്നു. എഴുന്നേൽക്കുന്നു നമസ്കരിക്കാൻ പോകാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിക്കുന്നില്ല. ഒളുവെടുക്കാൻ ഓർമ്മ വരുമ്പോ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. കൊണ്ടുവരുമ്പോ ഒളുവെടുക്കാൻ തയ്യാറാകുമ്പോ ബോധക്ഷയം വരുന്നു. അവിടുന്ന് വീണ്ടും ബോധരഹിതനാകുന്നു. കുറെ കഴിയുമ്പോ വീണ്ടും ഉണരുന്നു. അപ്പോഴും ഒളുവിന്റെ വെള്ളം ചോദിക്കുന്നു. വെള്ളം ചോദിച്ച് ഒളുവെടുത്ത് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ കാലുകൾ നിലത്ത് കിടന്നിഴയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സഹാബികളുടെ തോളിൽ കൈയിട്ട് പള്ളിയിലേക്ക് പോകുന്നു. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട റസൂൽ, എല്ലാം പൊറുക്കപ്പെട്ട പ്രവാചകൻ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കയിൽ കിടക്കുമ്പോ എഴുന്നേൽക്കാനാവുന്നില്ല. സഹാബികളുടെ തോളിൽ കൈയിട്ട് പോകുമ്പോ കാലുകൾ നിലത്ത് കിടന്നിഴയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ. ആ നിലയിൽ ജമാഅത്തിന് പള്ളിയിൽ പോയി നമസ്കരിച്ചു. നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ നമസ്കാരം അതാണ്. ഖുർറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തിൽ ഉണ്ടാകുന്ന ആ ഹൃദയത്തിന്റെ മർമ്മരം, കണ്ണിന്റെ കുളിർമ, അതാണ് ഈ ദുനിയാവിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിന് കുളിരാവണം. നമസ്കാരം ഭാരമാകരുത്. നമസ്കാരം ബാധ്യതാ നിർവഹണമാകരുത്. ആസ്വദിച്ച് ചെയ്യാൻ പറ്റണം. റബ്ബുമായി ബന്ധപ്പെടാൻ വളഞ്ഞ വഴികളിലൂടെ ബീവിമാരുടെയും ജിന്നുമ്മമാരുടെയും അടുക്കൽ പോയി പണം ഇരട്ടിപ്പിച്ചും ആത്മീയത വർദ്ധിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പലരുടെയും അടുക്കലേക്ക് പലരും തേടിപ്പോകുന്നവർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വസ്തുനിഷ്ഠമായി കൃത്യമായി നമ്മുടെ മുമ്പിൽ വിവരിച്ചു തന്ന നമസ്കാരത്തെക്കാൾ വലുതായി മറ്റൊന്നും തന്നെയില്ല. ആ നമസ്കാരം പാഴാക്കുന്നവൻ മുഅ്മിനല്ല. അത് നിഷേധിക്കുന്നവൻ, അതിന്റെ നിർബന്ധതയെ നിഷേധിക്കുന്നവൻ മുസ്ലിമല്ല. സഹോദരങ്ങളെ, ബോധപൂർവം നമസ്കാരം നിഷേധിക്കുന്നവൻ കാഫിറാണ്. സഹാബാക്കളെല്ലാം ഏകോപിച്ചിട്ടുള്ള ഒരു കാര്യം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഏകോപിച്ചിട്ടുള്ള ഒരു കാര്യം, ഫർളുകളിൽ ഉപേക്ഷിച്ചാൽ കാഫിറാകുമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അത് നമസ്കാരത്തെ പറ്റിയാണ്. അത്രത്തോളം ഗൗരവമുണ്ട് അതിന് ധാരാളം തെളിവുകൾ വേറെയുണ്ട്. എന്തായാലും അഹ്ലുസുന്നത്തി വൽ ജമാഅ പണ്ഡിതന്മാരുടെ അഭിപ്രായം നിർബന്ധതയെ നിഷേധിക്കുന്നവൻ കാഫിറാകുമെന്നാണ്. എങ്ങനെയാ നിഷേധിക്കുക? നിസ്കാരമൊന്നും നിർബന്ധമില്ലടേ, പടച്ചോ മഹാകാരുണ്യവാനാണ്, അവനതൊക്കെ അങ്ങ് പുറത്തു തരും എന്നും പറഞ്ഞങ്ങനെ നടക്കുന്നു. ഇതൊക്കെ മനുഷ്യരോട് ചില ആളുകൾ പറയാറുണ്ട്. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, ജനങ്ങൾക്ക് സേവനം, ഇതൊക്കെ ചെയ്താൽ മതി, പിന്നെ എല്ലാം പൂർത്തിയായി എന്നാണ്. സഹോദരങ്ങളെ, അല്ല. നമസ്കാരം നമുക്ക് നിർബന്ധമാണ്. അത് നിറവേറ്റിയേ പറ്റൂ. ആ അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ റൂഹ്, അതിന്റെ ഊർജം ആവാഹിച്ചുകൊണ്ടാണ് ഭൂലോകത്തെ മുഴുവൻ മനുഷ്യ മഹാസേവനങ്ങളും നടത്തേണ്ടത്. അതിന്റെ അടിസ്ഥാനം ഇതാണ്. മുഅ്മിനാവാത്തവന് നീ എത്ര വലിയ ജനസേവന പ്രവർത്തനം ചെയ്താലും അല്ലാഹു സ്വീകരിക്കുകയില്ല. ദുനിയാവിൽ അതിൻ്റെതായ നന്മകൾ അവന് കിട്ടിയെന്ന് വരും. ദുനിയാവിൽ അതിൻ്റെതായ നന്മകൾ അവന് കിട്ടിയെന്ന് വരും. അത് കൊടുക്കും പടച്ചവൻ. പക്ഷേ ആഖിറത്തിൽ പടച്ചവന്റെ അടുക്കൽ ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവന്റെ അമൽ സ്വാലിഹാത്തുകളെ അല്ലാഹു പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ റൂഹിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം. ഫർള് നമസ്കാരങ്ങൾ, അതിന്റെ പിന്നാലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ആ സുന്നത്ത് നമസ്കാരങ്ങൾ, അതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ 12 റകഅതൻ തതവ്വുഅൻ ഗൈറ ഫരീളത്തിൻ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും ഓരോ ദിവസവും
ഫർള് നമസ്കാരത്തിനെ കൂടാതെ അതിനോടനുബന്ധിച്ചിട്ടുള്ള 12 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു ഭവനം പണിതു കൊടുക്കുന്നതാണ്, ഒരു മണിമാളിക പണിതു കൊടുക്കുന്നതാണ്. നമസ്കാരത്തിന് ഫർള് നമസ്കാരത്തിന്റെ മുമ്പും പിമ്പുമുള്ള സുന്നത്തുകളുണ്ട്, അത് നമുക്ക് നിർവഹിക്കാൻ കഴിയണം. ളുഹർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട്, ളുഹറിന് ശേഷം 2 റക്അത്തുണ്ട്, അസറിന് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്, അസറിന് ശേഷം സുന്നത്തില്ല. മഗ്രിബിന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്, ഇശാക്ക് മുമ്പ് 2 റക്അത്ത്, ഇശാക്ക് ശേഷം 2 റക്അത്ത്. ഇങ്ങനെ 12 റക്അത്ത് പ്രബലമായ സുന്നത്തുകൾ. പിന്നെയും സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, പ്രബലമായ സുന്നത്തുകൾ. ഈ 12 റക്അത്ത് ഇത് നിർവഹിച്ചാൽ അത് നമുക്ക് സ്വർഗത്തിൽ ഒരു മണിമാളിക പണിതു തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നാളെ നമ്മുടെ ഫർളുകളിലുള്ള വീഴ്ച വന്നാൽ പരലോകത്തെ നന്മ തിന്മകളെ തൂക്കുമ്പോ എന്റെ ദാസന്റെ വല്ല സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങളുമുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുക. അപ്പോൾ എടുത്തു വെച്ച് തൂക്കമൊപ്പിക്കാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള ഐച്ഛികമായ നമ്മുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത്, സുന്നത്തായ ഇബാദത്തുകൾ. അതുകൊണ്ട് അതിനൊന്നും ഒരു വീഴ്ചയും വരുത്താതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും വലിയ മറ്റൊരു വഴിയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് അത് നിർബന്ധമാണ്. നമ്മൾ ശ്രദ്ധിക്കാറില്ല പലരും. എനിക്ക് സക്കാത്ത് ബാധകമാണോ എന്ന് നോക്കാറില്ല. ഫർളുകളുടെ കൂട്ടത്തിൽ നമസ്കാരത്തെയും സക്കാത്തിനെയും 28ഓളം സ്ഥലത്ത് അല്ലാഹു ചേർത്ത് പറഞ്ഞിട്ടുള്ളത് കാണാൻ കഴിയും ഖുർആനിൽ. വളരെ പ്രധാനമാണ് സക്കാത്ത്, അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോ പടച്ചവനുമായുള്ള ബന്ധം, അതിന്റെ അർത്ഥം എന്താണ്? പടച്ചവനുമായുള്ള ബന്ധം അത് പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ മനുഷ്യരുമായുള്ള ബന്ധത്തിലൂടെ പറ്റൂ എന്നാണ്. ഒരാൾ നിസ്കാരത്തോട് നിസ്കാരം, വലിയ ഭയഭക്തൻ, രാത്രിയും പകലുമൊക്കെ നമസ്കാരം, പടച്ചവനുമായി ലയിച്ചു നിൽക്കുകയാണ്. പക്ഷേ അവനാകട്ടെ സക്കാത്ത് കൊടുക്കുന്നില്ല. നാട്ടിൽ, അവന്റെ കുടുംബത്തിൽ, അവന്റെ അയൽപക്കത്ത്, അവന്റെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കുന്നു, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, അവർ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ കഴിയുന്നു, വസ്ത്രമില്ലാതെ കഴിയുന്നു, ഭക്ഷണമില്ലാതെ കഴിയുന്നു, വിദ്യാഭ്യാസത്തിന് വകയില്ലാതിരിക്കുന്നു. ആ അവസ്ഥയിൽ ഇവനതൊന്നും പരിഗണിക്കുന്നില്ല. അങ്ങനെ പോയാൽ അവന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ടാണ് വീണ്ടും അല്ലാഹു തആല സക്കാത്തിനെ നിർബന്ധമാക്കുന്നത്. അത് ഫക്കീർമാർക്ക്, മിസ്കീന്മാർക്ക്, കടം കൊണ്ട് വലയുന്നവർക്ക്, അതേപോലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർക്ക്, അതേപോലെ തന്നെ ഹൃദയം ഇണക്കപ്പെടേണ്ട പുതുവിശ്വാസികൾ, അങ്ങനെ തുടങ്ങി 8 വിഭാഗം ആളുകൾ സമൂഹത്തിൽ സാധാരണ കണ്ടുവരുന്ന ഒന്നുമില്ലാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്ന മനുഷ്യരാണ്. അത്തരത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സഹായിക്കാൻ കഴിയണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ സ്നേഹം, ഇഷ്ടം നമ്മളോടുണ്ടായിത്തീരുന്നത്. റബ്ബുൽ ആലമീനായ അള്ളാഹുമായി നമസ്കാരത്തിലൂടെ ഹൃദ്യമായ ഊർജം നമ്മൾ സംഭരിച്ചെടുത്താൽ ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് പറഞ്ഞിരിക്കലല്ല, മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം. അതിലേക്കുള്ള ഒരു തുറന്ന വാതിലാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇനി ഈ നമസ്കാരവും ഈ സക്കാത്തുമെല്ലാം ഐച്ഛികമായ രൂപത്തിലൂടെ അല്ലാഹു തആല നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള വേറെ ചില വഴികളുണ്ട്. അത് തഹജ്ജുദ് നമസ്കാരമാണ്, സുന്നത്തായ ദാനധർമ്മങ്ങളാണ്, പാവങ്ങളെ സഹായിക്കലാണ്. ഈ വഴി രഹസ്യമായി നിർവഹിക്കാനുള്ള വഴിയാണ് അല്ലാഹു നമ്മുടെ മുമ്പിൽ അതിലൂടെ തുറന്നിട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ അക്കാര്യം പറയുന്നുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. സത്യവിശ്വാസികളെ വിശേഷിപ്പിക്കുന്നിടത്ത് അവരുടെ സ്വഭാവങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. അവരെങ്ങനെയാണ്? അവരുടെ പാർശ്വങ്ങൾ ഉറക്കറകളിൽ നിന്ന്, അവർ കിടക്കുന്ന വിരിപ്പുകളിൽ നിന്ന്, ബെഡുകളിൽ നിന്ന് അടർത്തി മാറ്റുകയാണ് അവരോ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ടും അവനിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടും അടക്കി പിടിച്ച് വിളിക്കുകയാണ്, റബ്ബേ അൽഹംദുലില്ലാഹ്, അല്ലാഹ് നീ എന്നെ ഉണർത്തി, എന്നെ എഴുന്നേൽപ്പിച്ചു, എന്റെ റബ്ബേ എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിലെ അവൻ സുജൂദിലും റുകൂഇലും ഖിയാമിലുമായി രാത്രി കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. മാത്രമല്ല നാം അവന് കൊടുത്തിട്ടുള്ള വിഭവങ്ങളുടെ ദുനിയാവിന്റെ പൈസയായി, സ്ഥലങ്ങളായി, ഭൂസ്വത്തായി,
അവന്റെ അനുഗ്രഹങ്ങളായി. ഇതൊക്കെ കെട്ടിപ്പിടിച്ചു വെക്കാതെ ഇല്ലാത്തവരെ കണ്ടുപിടിച്ച് രഹസ്യമായി കൊണ്ടുപോയി അവർക്കൊക്കെ കൊടുക്കുന്നു. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റ് വന്ന് രഹസ്യമായി വന്ന് നമസ്കരിക്കുകയാണ് അരണ്ട വെളിച്ചത്തിൽ റബ്ബുമായിട്ടൊരു കൂടിക്കാഴ്ച. എത്ര മനോഹരമായ ഒരു രംഗമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി. പാതിരാത്രിയുടെ മറവില് കള്ളന്മാർ അത് ഉപയോഗപ്പെടുത്തുമ്പോ മുഅ്മിനീങ്ങള് അല്ലാഹുവിനെ കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും പിടയ്ക്കുന്ന ഹൃദയത്തോടെ ഉറക്കറകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പടച്ചവന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് നമസ്കരിച്ച് റുക്കൂയിലും സുജൂദിലും വീണ് തേങ്ങിക്കരയുന്ന പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കി. ആരും കാണുന്നില്ല, ആരെയും കാണിക്കാനല്ല. കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞത് എന്താണ്? ആ സുന്നത്തായ തഹജ്ജുദ്. അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ വ്യയം ചെയ്യും, പാവങ്ങൾക്ക് കൊടുക്കും, ആവശ്യക്കാർക്ക് വേണ്ടുവോളം കൊടുക്കുന്നവരാണ് എന്നാണ്. സഹോദരങ്ങളെ, രഹസ്യമായ സദഖകൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായതാണ്. അതിനെക്കുറിച്ച് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗങ്ങളെ എണ്ണിപ്പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഭാഗം വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ കൊടുക്കുന്നവരാണ് അത്തരത്തിൽ അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗം എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമസ്കാരത്തിന്റെ കാര്യങ്ങളിലും അതോടൊപ്പം ചേർത്ത് പറയുകയാണ്. നമസ്കാരം ഫർളായാലും ഫർളായ നമസ്കാരത്തിനോടൊപ്പം ഫർളായ സക്കാത്ത് ജാഗ്രതയോടെ പരിപാലിക്കാനും കാത്തു സൂക്ഷിക്കാനും കഴിയണം. അതേപോലെ സുന്നത്തായ നമസ്കാരങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരം ജൗഫുൽ ലൈൽ, പാതിരാത്രിയിൽ രാത്രിയുടെ 2 ഭാഗം പിന്നിടുമ്പോ അവിടെ അല്ലാഹു ഒന്നാം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എവിടെ എന്റെ ദാസൻ, വല്ല പരാതികളും അപേക്ഷകളും ആവലാതികളും ഉണ്ടോ, ഇതാ ഞാനിവിടെയുണ്ട്, ചോദിച്ചോളൂ തരാം എന്ന് വിളിച്ചു പറയുന്ന റബ്ബിനെ പ്രതീക്ഷിച്ചെഴുന്നേറ്റ് പോകുന്ന ആ രഹസ്യമായ ആ പ്രാർത്ഥന. അതോടൊപ്പം നാട്ടിൽ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളെ അവരെയൊക്കെ കണ്ടുപിടിച്ച് ആരോരും അറിയാതെ കൊണ്ടുപോയി കൊടുക്കുന്ന, അവരെ ധൈര്യപ്പെടുത്തുന്ന, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ആ സ്വഭാവം. ഇതിലൂടെ ആരെ കിട്ടും? അല്ലാഹുവിനെയാണ് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. റബ്ബ് നമ്മുടെ സ്വന്തം റബ്ബായി മാറാൻ, നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടാകാൻ, നമ്മുടെ ആത്മാവിന് ഊർജം പകരാൻ, നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും പുഷ്പം പോലെ മറികടക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകാൻ, നാം എടുത്ത പക്ഷം വിജയിക്കാൻ, ഇതൊക്കെ തന്നെയാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനപരമായ വഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ വഴിയെ നമ്മൾ കരുതലോടെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ കാണാം, ഇന്ന യസീറ റിയാഇ ശിർകുൻ, ലോകമാന്യത കണ്ട ഏതെങ്കിലും ഒരുത്തനെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുക എന്ന് പറയുന്ന ഒരു കൊച്ചു ലോകമാന്യത അത് മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ, മറ്റുള്ളവനെ കാണിക്കാനുള്ള, അവന്റെ മുമ്പിൽ കാണിക്കാനുള്ള ഒരു പ്രകടന ത്വര ഒന്ന് പ്രകടിപ്പിച്ചാൽ അതിലൂടെ മനസ്സിന് ഒരു സൂക്ഷ്മമായ ഒരു സന്തോഷത്തിന്റെ മർമ്മരം അത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് റിയ ആണ്, ലോകമാന്യതയാണ്, വെറുക്കപ്പെട്ടതാണ്, അത് ശിർക്കാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ ആദാ ലില്ലാഹി വലിയൻ ഫഖദ് ബാറസല്ലാഹു ബിൽ മുഹാറബ, ആരെങ്കിലും എന്റെ ദാസൻ രഹസ്യമായി അവന്റെ ജീവിതം ഞാനുമായിട്ടുള്ള ബന്ധം, ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളിൽ രഹസ്യമായ ഒരു നിലപാടും ഒരു പ്രവർത്തനവും ഒരു ഇടപെടലും ഒരു സഹായവും ഒരു സേവനവും അവനുണ്ടെങ്കിൽ അവൻ എന്റെ ആളാണ്. അങ്ങനെ ചെയ്യുന്നവൻ, അവനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അവനോട് ഞാൻ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യം ചെയ്യുന്ന സൂക്ഷ്മശാലികളായ രഹസ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലദീന ഇദാ ഗാബു ലം യുഫ്തഖദു വ ഇൻ ഹദറു ലം യുദഉ വ ലം യുഖറബു. അവർ ആരാണെന്നറിയുമോ? അവർ ഒരു സദസ്സിൽ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ അവർ ആരും ചോദിക്കൂല ഇന്നാരെവിടെ പോയി എന്ന് ചോദിക്കില്ല. ഒരാള് അതേപോലെ തന്നെ അവനെ ക്ഷണിക്കുകയുമില്ല. അങ്ങനെയൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ആരും പരിഗണിക്കൂല. ഇവനൊന്നും ആർക്കും അറിയില്ല, അവൻ പ്രസിദ്ധനല്ല, അവൻ ഇന്നടത്തെ ഇന്നാരല്ല, അവൻ ഇന്ന സംഘടനയുടെ ഇന്നാരല്ല, ഇന്നടത്തെ ഇമാമല്ല, അവ ആരുമല്ല. ആരും അറിയപ്പെടാതെ പടച്ചവനെ സൂക്ഷിച്ച് ജീവിച്ചു പോകുന്ന സാധാരണക്കാരാ, നീയാണ് മഹാൻ, നീയാണ് മഹാൻ. അങ്ങനെയുള്ളവർക്ക് വഴികൾ തുറന്നിടുകയാണ്
ഔലിയാക്കന്മാരെയും മഹാത്മാക്കളെയും തിരക്കി യാത്രാക്ഷീണം വരുത്തി ബുദ്ധിമുട്ട് തളർന്നുറങ്ങുന്നവരെ, നിങ്ങൾക്ക് റബ്ബുമായി ബന്ധപ്പെടാൻ, അവന്റെ സ്വന്തം ആളാവാൻ, അവന്റെ വലിയവാൻ അല്ലാഹുവും അവന്റെ റസൂലും വഴികൾ തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ ഖുലൂബുഹും മസാബീഹുൽ ഹുദാ, അവരുടെ ഹൃദയങ്ങൾ പ്രകാശഗോപുരങ്ങളാണ്, ഹിദായത്തിന്റെ പ്രകാശഗോപുരങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളാരും വിഷമിക്കേണ്ട. റബ്ബിലേക്ക് തിരിയൂ, നമസ്കാരങ്ങൾ മുടക്കാതിരിക്കൂ, സുന്നത്ത് നമസ്കാരങ്ങൾ അനുഷ്ഠിക്കൂ, തഹജ്ജുദ് മുടക്കാതിരിക്കൂ. 2 റക്അത്ത് തഹജ്ജുദ് 2, 4, 6, 8, 10 ഒക്കെ നമുക്ക് സൗകര്യം പോലെ നിർവഹിക്കാം. പക്ഷേ ശാന്തമായി അടങ്ങി നിന്ന് റബ്ബിനെ ധ്യാനിച്ച് അത് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ വിത്ർ നമസ്കാരം അതോടനുബന്ധിച്ച് 3 റക്അത്ത് സുന്നത്തായി നിർവഹിക്കാം. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മുടെ സമ്പത്ത് യഥേഷ്ടം ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസം എന്ന രഹസ്യമായ പദവി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിന് നമുക്ക് അവസരമൊരുക്കി തരുമാറാകട്ടെ. അതിനായി അള്ളാഹു നമ്മളെ എല്ലാവരെയും തെരഞ്ഞെടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നകന്നു പോകുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ പ്രിയപ്പെട്ട സ്നേഹവാചനങ്ങളായി എല്ലാവിധ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും തരണം ചെയ്യാൻ, അതിജീവിക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.